നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഏകദേശം 700 വർഷം പഴക്കമുള്ള ഒരു പുരാതന ശിലാവിഗ്രഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി. സാധാരണ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളുടെ വലയിലാണ് ഈ അപൂർവ നിധി കുടുങ്ങിയത്. പുതുച്ചേരിയിലെ കാരക്കലിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മഹാബലിപുരം തീരത്ത് മത്സ്യബന്ധനത്തിനിടെ വലയിൽ കുടുങ്ങിയ നിലയിലാണ് വിഗ്രഹം കണ്ടെത്തിയത്. ജൂലൈ 10-ന് മത്സ്യബന്ധനത്തിനിടെ വലയ്ക്ക് അസാധാരണമായ ഒരു ഭാരം അനുഭവപ്പെട്ടതോടെ കൂറ്റൻ മീനാണെന്ന് തൊഴിലാളികൾ ആദ്യം കരുതി. 16 മത്സ്യത്തൊഴിലാളികൾ ജൂലൈ 2-നാണ് ഫിഷിംഗ് ഹാർബറിൽ നിന്നും കടലിലേക്ക് പോയത്. ജൂലൈ 10-ഓടെ മഹാബലിപുരം തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെ ഇവരുടെ വലയിൽ ഭാരമേറിയ എന്തോ ഒന്ന് കുടുങ്ങുകയായിരുന്നു. എന്നാൽ വല കരയിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ കടൽ ചെടികളും കക്കകളും മറ്റ് അവശിഷ്ടങ്ങളും പൊതിഞ്ഞ നിലയിലുള്ള ഒരു പുരാതന ശിലാവിഗ്രഹമാണ് കണ്ടെത്തിയത്. ഏകദേശം 700 വർഷം പഴക്കമുള്ളതാകാമെന്നാണ് വിഗ്രഹത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിലയിരുത്തൽ. ഈ അപ്രതീക്ഷിത കണ്ടെത്തൽ നിലവിൽ ചരിത്രകാരന്മാരുടെയും പുരാവസ്തു ഗവേഷകരുടെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വിഗ്രഹത്തിന്റെ കൃത്യമായ പഴക്കം, ഉത്ഭവം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ കണ്ടെത്താനായി വിദഗ്ധർ ഇപ്പോൾ അത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയ മത്സ്യത്തൊഴിലാളികൾ വിഗ്രഹം വൃത്തിയാക്കാനോ അതിൽ മാറ്റം വരുത്താനോ ശ്രമിക്കാതെ കാരക്കലിൽ തിരിച്ചെത്തിയ ഉടൻ ഡെപ്യൂട്ടി കളക്ടർക്ക് കൈമാറുകയായിരുന്നു. വിഗ്രഹത്തിന്റെ കാലപ്പഴക്കവും ഉത്ഭവവും സംബന്ധിച്ച് പുരാവസ്തു വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായ പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ഇതിന്റെ ഉത്ഭവം തമിഴ്നാട്ടിൽ നിന്നാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം ശ്രീലങ്ക കേന്ദ്രീകരിച്ചുള്ള വിഗ്രഹക്കടത്ത് ശൃംഖലയുമായി ഈ കണ്ടെത്തലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മനോഹരമായ കിരീടവും ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞു നിൽക്കുന്ന ഒരു ഹൈന്ദവ ദൈവത്തിന്റെ രൂപമാണ് ഈ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളത്. വിഗ്രഹത്തിന്റെ ഒരു കൈ അനുഗ്രഹിക്കുന്ന ഭാവത്തിലും മറുകൈയിൽ ഒരു ആചാരപരമായ വസ്തുവും കാണാം. വിഗ്രഹത്തിന് പിന്നിലായി മനോഹരമായി അലങ്കരിച്ച പ്രഭാവലയവും കൊത്തിവെച്ചിട്ടുണ്ട്. മധ്യകാല ഇന്ത്യയിലെ അതിപ്രശസ്തമായ ക്ഷേത്ര ശില്പകലയുടെ ചാതുര്യം വിളിച്ചോതുന്നതാണ് ഈ വിഗ്രഹത്തിലെ പൂക്കളുടെയും ജാമിതീയ രൂപങ്ങളുടെയും ഡിസൈനുകൾ.